ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ റമദാൻ മൂന്നാമത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഫസ്റ്റ് 2 ദിവസം എനിക്ക് വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടില്ല. കാരണം നോമ്പൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര തലവേദനയാണ് ഫസ്റ്റ് 2-3 ദിവസം. നമ്മൾ പെട്ടെന്നാണ് നോമ്പെടുക്കുമ്പോഴുള്ള ആ ഒരു നമ്മുടെ ശരീരത്തിൽ വെള്ളം കുറയുന്ന ആ ഒരു പ്രവണത ഉള്ളതുകൊണ്ടായിരിക്കും ഭയങ്കര തലവേദനയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അങ്ങനെ 3-ാമത്തെ ദിവസമാണ് കേട്ടോ ഇപ്പോൾ ഇന്ന്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കൂടുതലായിട്ടൊന്നുമില്ല. നമ്മളെ വീട്ടിൽ ഞാനും മോനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരും ഇല്ലാത്തൊരു നോമ്പ് തുറയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണ്. കാരണം ആരും ഇല്ലാത്തതുകൊണ്ട് ഒന്നിലും ഒരു ഉഷാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആദ്യം തന്നെ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ മോനെ അപ്പോഴേക്ക് വന്നിട്ട് ചായ ചോദിച്ച് ഞാൻ അവനക്ക് ചായയൊക്കെ കൊടുത്തിട്ട് അവൻ താഴെ ഇരുന്ന് ചായ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കട്ടായി കിടക്കുകയാണ്. അപ്പോൾ അത് ഇതുപോലെ തോണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉള്ളിയൊക്കെ ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുക. പിന്നെ പറഞ്ഞാൽ ഒരു 2-3-4 കഷ്ണം ഇട്ടിട്ട് ഒരു കറി വെക്കുക, അത്രയേ ഉള്ളൂ. കാരണം കൂടുതലൊന്നും വേണ്ട, നോമ്പല്ലേ, നമുക്ക് ആരുമില്ലല്ലോ, ഞാനും മോനും മാത്രമേ ഉള്ളൂ. മോൻ കഴിക്കണീനൊരു കണക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതലായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് അത് ബാക്കിയായി പിറ്റേന്ന് രാവിലെ പിന്നെയും നോമ്പല്ലേ നമുക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും ബാക്കി മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതൊന്ന് അടിച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. പിന്നെ കറി ഉണ്ടാക്കി വെച്ചിട്ട് വേണം പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇന്നത്തേക്ക്. അപ്പോൾ കുറച്ച് പത്തിരി ഉണ്ടാക്കുക. നോമ്പിനാവുമ്പോൾ നമ്മൾ ചിക്കൻ കറിയും പത്തിരിയൊക്കെ ആകുമ്പോൾ ഒരു വേറെ ടേസ്റ്റ് തന്നെയാണല്ലോ. അപ്പോൾ ഇന്ന് പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം കറി ഉണ്ടാക്കി വെക്കട്ടെ, അതിന് ശേഷം പത്തിരിക്കുള്ള പൊടിയൊക്കെ വാട്ടാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഇനി ചെറിയൊരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ കുറച്ച് കറിയല്ലേ വെക്കുന്നത്, അപ്പോൾ ചെറിയ തക്കാളി മതി. അപ്പോൾ തക്കാളിയും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ തക്കാളി ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് ഏകദേശം നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് നമ്മൾ സ്നാക്കൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. കാരണം പിന്നെ തലവേദന ശരിക്കാണ് സുഖമായിട്ടില്ല. അപ്പോൾ അതൊന്ന് മാറട്ടെ എന്നിട്ടൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇതിലേക്ക് ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 4-5 കഷ്ണം ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് തിളപ്പിച്ച് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് വെള്ളം ചേർക്കുന്ന സമയത്ത് നമ്മൾ പച്ചവെള്ളം ചേർക്കരുത്. പോവാം. പച്ചവെള്ളം ചേർക്കരുത്, നമ്മൾ നല്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെയാണ് മാറും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കൻ ഒന്ന് വേവുന്നത് വരെ ഒന്ന് കത്തിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമ്മളിവിടെ പൊടിക്ക് വെള്ളം വെക്കുകയാണ്. പൊടി ഒന്ന് വാട്ടിയെടുക്കാനുള്ള വെള്ളം വെക്കുകയാണ്. അപ്പോൾ ഞാനൊരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3/4 ഗ്ലാസ്സോളമുള്ള അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടി വാട്ടുന്ന സമയത്ത് നമ്മളിത് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കരുത്. ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മളിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം വെക്കണം കേട്ടോ. കുറച്ച് സമയം ഒന്ന് മൂടി വെക്കണം.
ഇപ്പം ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മൂടി ഒന്ന് തുറന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പെർഫെക്റ്റായിട്ട് പത്തിരി ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. കാരണം നമ്മൾ പൊടി ഇട്ട ഉടനെ തന്നെ നമ്മളിത് ഇളക്കി മിക്സ് ചെയ്യരുത്. കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് ആ പൊടി ഒന്ന് നന്നായിട്ട് വേവാനുള്ളൊരു ടൈം കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ഇതുപോലെ ഒരു ചട്ടം കൊണ്ട് എന്തെങ്കിലും കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. നമുക്ക് നോമ്പിന് അധികം നമ്മളെ വീട്ടിലൊക്കെ അധികം പത്തിരി തന്നെയാണ്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ദോശയും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നല്ലാതെ മെയിനായിട്ട് കൂടുതലായിട്ടും വീട്ടിലെപ്പോഴും പത്തിരി തന്നെയാണ് കേട്ടോ. പത്തിരി പിന്നെ അതിൻ്റെ കൂടെ പിന്നെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമ്മൾ പൊറോട്ട അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നല്ലാതെ മെയിനായിട്ട് പത്തിരി ഇറച്ചിക്കറിയൊക്കെ തന്നെയാണ് നമ്മളെ വീട്ടിലൊക്കെ നോമ്പ് വന്നാൽ മെയിനായിട്ട് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു തളിക എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ പൊടി ഇട്ട് കൊടുക്കുക. ഈ ചൂടോടെ തന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ചൂടാറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുഴക്കുന്ന സമയത്ത് ഒരു ഹാർഡായിട്ട് തോന്നും. അപ്പോൾ ഈ ചൂടോടെ തന്നെ നമ്മളൊന്ന് കുഴച്ചെടുക്കുക. ഇനി നല്ല ചൂടുകൊണ്ട് കൈ വെച്ചിട്ട് കുഴക്കാൻ കഴിയാത്തവർക്കൊക്കെ ഒരു ഗ്ലാസിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത് കാണാൻ ചിലവരൊക്കെ. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്താലും മതിയാവും. ഏതായാലും ഈ ചൂട് പോകുന്നതിന് മുമ്പ് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വെള്ളം കയ്യിൽ ഇതുപോലെ വെള്ളം ഒന്ന് തൊട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ അതൊന്ന് കുഴച്ചെടുത്ത് വരട്ടെ. അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മുടെ പൊടി കുഴക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ കറി ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇതിലേക്ക് തേങ്ങ വറുത്തിട്ടൊന്ന് അരച്ച് പാരുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം നമ്മുടെ പത്തിരിയുടെ പരിപാടിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പത്തിരി ഇതുപോലെ നന്നായിട്ട് എണ്ണയൊക്കെ തൊട്ട് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഇതുപോലെ ബോൾസുകളാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ പത്തിരി ഇതാക്കുന്ന സമയത്ത് ബോൾസ് നല്ല റൗണ്ട് പോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. എങ്ങനെ നമ്മൾ ഇതുപോലെ മുറിച്ചിട്ടിട്ട് ചെയ്താലും പത്തിരി നമ്മൾ പ്രസ്സിൽ വെച്ചിട്ടല്ല പരത്തുന്നത്. അപ്പോൾ പിന്നെ നല്ല പരന്നിട്ട് തന്നെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ പത്തിരിയൊക്കെ ഒന്ന് പരത്തിയെടുക്കട്ടെ. പിന്നെ ചിലർ പ്രസ്സിൽ പരത്തിയതിന് ശേഷം പിന്നെ കുഴൽ വെച്ചിട്ടൊക്കെ പരത്തിയെടുക്കുന്നവരും ഉണ്ട്. നമ്മൾ നോമ്പിനൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ കാത്തുന്നാലും കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച രീതിയിലൊന്നും നടക്കില്ല. അപ്പോൾ പിന്നെ പ്രസ്സിലായാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി തന്നെയാണ് നമുക്ക് കിട്ടാറുള്ളത്. അങ്ങനെയാണ് പരത്തിയെടുക്കും. പിന്നെ അതൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ ചുട്ടെടുക്കാൻ നമ്മൾ പത്തിരിക്കല്ലൊന്നും ഇല്ല കേട്ടോ. അതുപോലെ ഒരു ഫ്രൈ പാനിലാണ് ഞാൻ പത്തിരിയൊക്കെ ചുടാറുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ വീടൊക്കെ ആയിട്ട് ബാക്കി പാത്രങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പത്തിരി ചുടലൊക്കെ കഴിഞ്ഞു. ഇനി കറിയിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ തേങ്ങയും കുറച്ച് വലിയ ജീരകവും ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. വറുത്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചിട്ട് ആ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ തേങ്ങ ഒക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ തേങ്ങ ഒക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ആവശ്യത്തിന് തിക്നെസ്സിലോ ലൂസിലൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. വരുന്നുണ്ടോ? പോയിക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ തേങ്ങ ഒക്കെ അരച്ച് പാർന്നിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് തൂമ്പിച്ചെടുക്കും ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കറിയൊക്കെ റെഡിയാക്കി ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ മോറാനുണ്ടായിരുന്നു. അതൊക്കെ മോറി കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം ബാങ്ക് കൊടുത്തു. അപ്പോൾ അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് നമ്മൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം വത്തൊക്കെ വെച്ചിട്ട് കുറച്ച് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജ്യൂസൊക്കെ ഒന്ന് കുടിക്കുകയാണ്. അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചായ കുറച്ച് കഴിഞ്ഞിട്ടാണ് കുടിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വത്തക്ക ജ്യൂസൊക്കെ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കുടിക്കട്ടെ കേട്ടോ. സാധാരണ സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പിന്നെ
ജ്യൂസ് കുടിക്കുന്ന സമയത്താണ് അതൊക്കെ കഴിക്കുക. അപ്പോൾ അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെയാണ് ചായ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ ആരും ഇല്ലാത്ത ഒറ്റക്കായ ഒരു നോമ്പ് തുറയാണ്. പത്തിരിയും കറിയും ചായയും മാത്രമായിട്ട്, പ്രത്യേകിച്ച് സ്നേക്കും കാര്യമൊന്നും ഇല്ലാതെ ഒരു നോമ്പ് തുറയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചായ ഒക്കെ കുടിക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു